ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി. സാറ്റർഡേ നൈറ്റിൽ ഞങ്ങൾ ഏതെങ്കിലും OTT ഫിലിംസൊക്കെ കാണുന്ന ദിവസമായതുകൊണ്ട് രാത്രി ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പം നേരത്തെ എണീക്കാനും സൺഡേ പറ്റിയില്ല. പിന്നെ നേട്ടന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി, അതുകൊണ്ട് പ്രശ്നമില്ല. ചില സമയത്ത് മാർക്കറ്റിൽ ഒരു സാധനം കിട്ടൂല കേട്ടോ കറി വയ്ക്കാനൊക്കെ. അപ്പം ഇന്ന് കിട്ടിയത് വെണ്ടയ്ക്കയാണ്. പരിപ്പും വെണ്ടയ്ക്കും തക്കാളിയും വയ്ക്കാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പം ഇന്ന്. പിന്നെ ഉപ്പേരി, ഉണക്കമീൻ വറക്കുക, പിന്നെ ഇന്നലത്തെ രസമുണ്ട് ബാക്കി. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ഒപ്പിക്കാമെന്ന് കരുതി. പിന്നെ സാധാരണ ഞങ്ങൾ സൺഡേസിലെല്ലാം മട്ടൻ വാങ്ങാറുണ്ട്. ഇത്തവണ പിന്നെ എന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ട് ഗ്യാപ്പൊന്നും ഇടാതെ തണുപ്പുമല്ലേ, അപ്പോൾ മട്ടനാകുമ്പോൾ വലിയ പ്രശ്നമില്ല, ചൂട് കിട്ടുമല്ലോ ശരീരത്തിനെന്ന് വിചാരിച്ചിട്ട് എല്ലാ സൺഡേസിലും കഴിക്കാറുണ്ട്. അപ്പോൾ ഈ സൺഡേ അങ്ങനെയാണ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തൽക്കാലം ഒരു വെണ്ടയ്ക്കും തക്കാളിയുള്ളൊരു ഒപ്പിക്കൽ കറിയാണ് ഗൈസ്. എത്ര ഇഷ്ടമൊന്നുമല്ല ഈ വെണ്ടയ്ക്കും പരിപ്പും തക്കാളിയും. ആൾ പിന്നെ എന്തും കഴിച്ചോളൂ, എന്നെ പോലെയല്ല. ആൾക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ജനുവരി പകുതിയൊക്കെ ആയില്ലേ, അപ്പോൾ അതുകൊണ്ട് തണുപ്പ് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ജലദോഷം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു ഒപ്പിക്കൽ പരിപാടിയൊക്കെ ആണെങ്കിൽ പോലും രാത്രിയാകുമ്പോൾ ഏട്ടൻ്റെ വക എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സാധനം ഉണ്ടാവും കേട്ടോ. ഒന്നുകിൽ ചമ്മന്തി, അല്ലെങ്കിൽ മുളകുടക്കൽ, അല്ലെങ്കിൽ കൈപ്പക്കേൻ്റെ ഫ്രൈ പോലെ എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പരിപാടി ഉണ്ടാവും. അല്ലെങ്കിൽ ഓംപ്ലേറ്റ് അടിക്കുക, ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ സ്പെഷ്യൽ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ആൾ. അപ്പോൾ എനിക്ക് രാത്രിയിലത്തെ കാര്യത്തിൽ ടെൻഷനില്ല. പിന്നെ രാത്രി കുറച്ചല്ലേ നമ്മൾ കഴിക്കുകയുള്ളൂ. സാധാരണയിൽ കഴിക്കണേലും ഉച്ചയ്ക്ക് കഴിക്കണേലും കുറവല്ലേ ഭക്ഷണമൊക്കെ രാത്രി കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രശ്നമല്ല. ഉച്ചയ്ക്ക് എനിക്ക് അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കണം. ഇന്നത്തെ നിങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ.